ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയത്. ദൃശ്യം 3നായിക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. ഇപ്പോഴത്തെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കുതിപ്പ് തുടരുകയാണ്. ദൃശ്യം 3 അഡ്വാൻസ് ബുക്കിംഗ് കേരള പ്രീസെയിൽ മാത്രം 3 കോടി രൂപ കവിഞ്ഞു. മോഹൻലാൽ ചിത്രത്തിൽ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷനിൽ തുടരുമെന്ന ദൃശ്യം 3 മറയർന്നിരിക്കുകയാണ്. മലൈക്കോട്ടെ ബാല്യമിലും എമ്പുരാനിലും മാത്രമാണ് പ്രീസെയിൽ കളക്ഷൻ മോഹൻലാൽ ചിത്രങ്ങൾ ദൃശ്യം 3ക്ക് മുന്നിലുള്ളത്. എമ്പുരാൻ 12.4 കോടി, മലൈക്കോട്ടെ ബാലൻ 3.80 കോടിയാണ് നേടിയത്. കേരളത്തിൽ സിനിമയുടെ ആദ്യ പ്രദർശനം രാവിലെ 8 മണി മുതൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ യുഎസ്എ പ്രീമിയറുകൾ മെയ് 20-ന് 7:30-ന് തന്നെ ആരംഭിക്കുക. ആദ്യ ദിനം ദൃശ്യം 3 വമ്പൻ ഓപ്പണിംഗ് നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിനു ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് ചിത്രം മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കി. ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുമ്പ് 350 കോടി രൂപ ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ദൃശ്യം 3ക്ക് ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. അതേസമയം മെയ് 21-നാണ് ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും തിയേറ്ററിലെത്തുന്നത്.